ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഇലക്ഷനകത്ത് 3/8 ഓഫ് ദ വോട്ടേഴ്സ് രാമിന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞു. ബാക്കിയുള്ളവര് ശ്യാമിന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവസാനത്തെ ദിവസം ഒരു ചതി കാണിച്ചു. അതായത് 15% ഓഫ് വോട്ടേഴ്സ് വെന്റ് ബാക്ക് ഓൺ ദെയർ പ്രോമിസ് ടു വോട്ട് റാം. അതായത് റാമിന് ചെയ്യാന്ന് പറഞ്ഞ 15% ആൾക്കാർ എന്ത് ചെയ്തു? അത് മാറ്റി. അതുപോലെ തന്നെ നമ്മുടെ ശ്യാമിന് ചെയ്യാന്ന് പറഞ്ഞ 25% ആ പ്രോമിസ് അങ്ങ് വിഡ്രോ ചെയ്തു. അങ്ങനെ രാം ലോസ്റ്റ് ബൈ 400 വോട്ട്സ്. അങ്ങനെയാണെങ്കിൽ എത്ര വോട്ടാണ് ടോട്ടൽ ഉള്ളത്? അപ്പം ഞാൻ ടോട്ടൽ വോട്ട് 100 എടുക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റാമുണ്ട്, ശ്യാമുണ്ട്. 3/8 വോട്ട്സ് ആർക്ക് കിട്ടിയെന്ന് പറഞ്ഞു? റാമിന് കിട്ടിയെന്ന് പറഞ്ഞു. അതിന് കറസ്പോണ്ടിങ് 3/8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് എത്രയാണ്? 37.5. സ്വാഭാവികമായിട്ട് 100-ൽ നിന്ന് 37.5 പറഞ്ഞിട്ട് 62.5 ആയിരിക്കും ആർക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത്? ശ്യാമിന് കിട്ടിയിട്ടുണ്ടാകുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്? ഇത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ റാമിൻ്റെ നിന്ന് 15% പോയി. ഓക്കെ, ആ 15% ആർക്ക് കിട്ടിക്കാണും? ഇവന് കിട്ടിക്കാണും. ഇനി ഇവൻ്റെ നിന്ന് 25% പോയി. ആ 25% ആർക്ക് കിട്ടിക്കാണും? ഇവന് കിട്ടിക്കാണും. അതായത് ഇത്രയേ ഉള്ളൂ. ഇവന് ഒരു 10 ആഡായി. ആ 10 എങ്ങനെയാ? 25-ഉം 15-ഉം കൂടി കുറച്ചിട്ട് 10. അപ്പം ഇവന് 10 ആഡാവും, 47.5. അവന് 10 കുറയും, 52.5. ഇപ്പം ഇതാണ് രണ്ടുപേർക്കും കിട്ടിയ വോട്ട്. ഇനി ഇപ്പം നോക്കുമ്പോൾ ഇതിനകത്ത് റാമാണ് തോറ്റിരിക്കുന്നത്, ശ്യാം ജയിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻ പറയുന്നത് എത്ര ശതമാനത്തിന് തോറ്റു? 52.5-ന്ന് 47 കുറച്ച് കഴിഞ്ഞാൽ 5% തോറ്റു. ഈ 5%-മാണ് 400 ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ 100% കണ്ടുപിടിച്ചാൽ പോരെ? രണ്ട് സൈഡിൽ 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര കിട്ടും? 8,000 എന്ന് കിട്ടും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ.